ഓം ഹ്രീമായ കുരള കുട്ടിച്ചാത്ത വീരഗണ്ടാതു വിഷ്ണു വിഷ്ണു മന്ദ മന്ദമത കാളി കാളിയമ്മേ മാത്രക്കോലുടയാട എന്തും കൊടുക്കയും എടുപിടി ചൂരക്കോൾമണിയും മന്ത്രക്കോലും അന്തമറിയാതിന്നെന്റെ മുമ്പിൽ വന്നു തോന്നായോ കുറുംകുട്ടിച്ചാത്ത. പേടി നമുക്കിപ്പോഴും സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. അതാണ് സാർ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഒരുപാട് വർഷം കൊറോണ എന്ന് പറഞ്ഞ ഒരുപാട് വർഷം അങ്ങനെ നടക്കേണ്ടി വന്നു. ഇപ്പൊ നമ്മൾ വിമാനത്തിൽ പോകുന്നതാണ് ഏറ്റവും വലിയ പേടിയായിരിക്കുന്നത്, അല്ലേ? എപ്പോഴാണ് രോഗം വരുന്നതെന്ന് പറയാൻ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ വിമാനയാത്ര പോലും ആകാശയാത്ര പോലും നമ്മളെ പേടിപ്പിക്കുന്നു. കാരണം ലോകമേ തറവാട് എന്ന് പാടിയ നാടാണ് നമ്മുടെ ഭാരതനാട്. ലോകത്ത് ഒരുപാടിടത്തത് പാടിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ നാട് അത് പാടാതിരുന്നിട്ടില്ല. അതെന്താണ്? ഇപ്പോൾ വിശ്വഭാരതിയിൽ ഒരു മോട്ടോയായിട്ട് വയ്ക്കുന്നത് തന്നെ എത്ര വിശ്വം ഭവത്യേക നീടം എന്നുള്ള ഉപനിഷത്തിലുള്ള ഒരു വചനമാണ് ടാഗോർ വെച്ചേക്കുന്നത്. അതായത് ലോകമേ തറവാട്, ലോകമൊരു കിളിക്കൂടാണ്. അത് ഇന്ന് മലയാളികൾ സത്യമാക്കി കഴിഞ്ഞു. ലോകത്ത് എവിടെയെങ്കിലും ഒരു കലാപമുണ്ടായാൽ, ലോകത്ത് എവിടെയെങ്കിലും ഒരു വിമാന ദുരന്തമുണ്ടായാൽ ഒരു 100 പേര് മരിച്ചാൽ അതിലൊരു മലയാളി ഉണ്ടായിരിക്കും, അല്ലേ? അപ്പം നമ്മുടെ തറവാടായി ലോകത്തെ 200-ലേറെ രാജ്യങ്ങളും മാറിക്കഴിഞ്ഞു. അവിടെ മലയാളി ജീവിക്കുകയാണ്. മലയാളി ജീവിക്കുമ്പോൾ നമ്മുടെ തറവാട് തന്നെയാണ്, ലോകമേ തറവാട്, ഇല്ലേ? അതേപോലെ ഈ വാസ്തവങ്ങൾ വീണ്ടും വീണ്ടും എനിക്ക് പറയേണ്ടി വരുന്നു ഇൻ്റർവ്യൂകളിൽ. കാരണം അത് പറയാതെ നിവർത്തിയില്ല. ഒരുപാട് നമ്മൾ കേൾക്കുമ്പോഴാണ്, ഒരുപാട് ദിവസം നമ്മൾ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുന്നത് കൊണ്ടാണ് ഈ സൂര്യൻ ഇത്രയും ശക്തനായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഒരു തവണയെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളെങ്കിലോ സൂര്യൻ ഒരു ഓർമ്മ മാത്രമായിരിക്കും. അതുകൊണ്ട് ചില വാസ്തവങ്ങൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പ്രത്യേകിച്ചൊരു രാജ്യസ്നേഹം ഉണ്ടായി വരും. അത് അന്യ രാജ്യവിദ്വേഷമായി മാറുകയില്ല, അല്ലാതെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതേപോലെ ഒരുപാട് പ്രതിജ്ഞകളുണ്ടല്ലോ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറയുന്നത് പോലെ നിയമങ്ങളെല്ലാം ആവർത്തിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു മൃഗമല്ല, അവർ മനുഷ്യരാണ്, അവർക്കൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്, അശ്വിനിയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നു. ഞാൻ പലപ്പോഴും കടലിലിറങ്ങി നീന്തുന്നു. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന മന്ത്രമടങ്ങിയ ഒരു താളിയോലക്കെട്ട് അച്ഛൻ എൻ്റെ മുന്നിൽ എടുത്തു വച്ചു. എന്നിട്ട് പറഞ്ഞു, മല്ലൻ കുഞ്ഞ് എന്നറിയപ്പെടുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ. ഞാൻ അച്ഛനോട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കും. പറഞ്ഞു, ഉണ്ടായിരുന്നടാ, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെയും അപ്പൂപ്പൻ്റെ കൂട്ടുകാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ മല്ലൻ കുഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യുമായിരുന്നു എന്ന കഥ നാട്ടിലിങ്ങനെ പറയുന്നത് എന്താണ്, കേൾവി എന്താണ്? എടാ, ദാരിദ്ര്യമായിരുന്നു നമ്മുടെ നാട്ടിലെല്ലായിടത്തും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വേണ്ടതിലധികം മലകളും പറമ്പുകളും ഒക്കെ വെറുതെ കിടക്കുക. അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് നിവർത്തിയില്ല. അന്നൊക്കെ ഈ പന്നികൾ അതേപോലുള്ള മറ്റ് മൃഗങ്ങളെല്ലാം വന്ന് അതിനെ തിന്നുകൊണ്ട് പോകും. അപ്പോൾ വീട്ടിലാണെങ്കിലോ കുറഞ്ഞത് ഒരു 16 പേരെങ്കിലും താമസിക്കുകയായി. മക്കൾ തന്നെ 10 അതിൽ കൂടുതലോ ഉണ്ടായിരിക്കും ഒരു വീട്ടിൽ, കൂട്ടുകുടുംബം. പിന്നെ കൂട്ടുകുടുംബത്തിലുള്ള മുത്തച്ഛന്മാരും മാമിമാരും അമ്മായിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു 10-16 പേര് കാണും. ഇവർക്കൊക്കെ നല്ല വിശപ്പാണ്. അങ്ങനെ 3 നേരവും ആഹാരം കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിപ്പോൾ 4 പേര് മാത്രമുള്ള ഒരു വീട്ടിൽ ആ വീട്ടിലെ ഗൃഹനാഥ വളരെ അളന്നു കുറിച്ചാണ് അരിയിടുന്നത്. ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ പറഞ്ഞിട്ട് വന്നുകൂടെയിരുന്നോ എന്ന് ചോദിക്കും. കാരണം ഇതിനി എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും എടുത്ത് ചൂടാക്കി കഴിക്കണം, അത് ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അളന്നു കുറിച്ചാണ് എപ്പോഴും ഓരോന്ന് ചെയ്യുന്ന. കറി വയ്ക്കുന്നതായാലും അന്നങ്ങനെ അതൊന്നും പറ്റുകയില്ല. പക്ഷേ അതുകൊണ്ട് അവർക്ക് ഒരുപാട് വച്ച് വിളമ്പാനും ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 90-95 വയസ്സായനെ. അദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം ഭീകരമായ ദാരിദ്ര്യത്തിൻ്റെ ഓർമ്മയായിരുന്നു. അത് ഞാൻ PKV എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആത്മകഥ വായിച്ചു. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഒരു വാസ്തവം പറയുകയാണ്. കേരളത്തിൽ പലപ്പോഴും നമ്മൾ അയിത്തം കൽപ്പിക്കപ്പെട്ടവരെന്ന് പറയുന്ന സമുദായത്തിലുള്ളവരെല്ലാം അനുഭവിച്ചിരുന്നത് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. എങ്കിലും അതേപോലുള്ള അവസ്ഥ മുന്നോക്ക സമുദായങ്ങളെന്ന് പറയുന്ന മിക്കവാറും എല്ലാ സമുദായത്തിലുള്ളവരും അനുഭവിച്ചിരുന്നു. വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നവർക്ക് മാനം മറയ്ക്കാനുള്ള വസ്ത്രമില്ലായിരുന്നു, അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു. നമ്മുടെ VT ഭട്ടതിരിപ്പാട് 20-21 വയസ്സിലാണ് അക്ഷരം പഠിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ വാരിയെല്ല് ഉന്തിയ ഒരു മനുഷ്യനാണ്, ഒരു കർഷകനെ പോലെ തോന്നും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രതാപമൊന്നും അദ്ദേഹത്തിനില്ല? അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ മാത്രമാണ് അദ്ദേഹം ഏറ്റവും വലിയ പ്രതാപിയായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളിലാണ് ഏറ്റവും വലിയ സാരഥിയായിരുന്നത്. കാഴ്ചയിൽ അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യം ആ ശരീരത്തിൽ കാണാൻ സാധിക്കും.
നമ്മുടെ മഹാരാജാവിന് ദാരിദ്ര്യമുണ്ടായിട്ടല്ല. ചിത്തിരതിരുന്നാൾ മഹാരാജാവിനെ കണ്ടിട്ടുണ്ടോ? ചിത്തിരതിരുന്നാൾ മഹാരാജാവിനെ കണ്ടാൽ ക്യൂവിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു പ്രജയാണെന്ന് നമുക്ക് തോന്നും. ഒരു നീണ്ട ക്യൂ. ആ ക്യൂവിൽ ഏറ്റവും ചെറുപ്പകാലത്ത് അദ്ദേഹം നല്ല ഒരു പ്രതാപിയായിട്ട് ഒരു രാജാവിൻ്റെ വാഴ്ചയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ചില ശാരീരിക വൈഷമ്യങ്ങളൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം ജനകീയമായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയും നാട്ടിൽ ജനാധിപത്യം വന്നപ്പോൾ രാജാധികാരം വളരെ സ്നേഹത്തോടു കൂടി ഒഴിഞ്ഞു കൊടുക്കുകയും തർക്കിക്കാൻ നിൽക്കാതിരിക്കുകയും പിന്നീട് മിതമായ ആഹാരക്രമത്തിലൂടെ കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, മഹാരാജാവ് ചിത്തിരതിരുന്നാളാണോ? നോക്കിക്കഴിഞ്ഞാൽ എന്ത് ലളിതമായിട്ടാണ് ജീവിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ആരെ കണ്ടാലും ചെന്ന് തൊഴുത് ഇങ്ങനെ എല്ലാവരോടും കുശലം പറഞ്ഞു നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ അധ്യാപികയായിരുന്ന ഒരു ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടു. ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ആദരിക്കപ്പെടുന്നതിന് വേണ്ടി ആ ടീച്ചർ വന്നു. ആ ടീച്ചർ നമ്മുടെ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയ ടീച്ചറാണ്. ഞാൻ ചോദിച്ചു, ആരാ ടീച്ചറിന് അവാർഡ് തന്നത്? APJ അബ്ദുൽ കലാം. ആണോ? APJ അബ്ദുൽ കലാമാണോ? അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ BA പഠിക്കുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് എലിയെല്ലാം ഓരോന്ന് കൊറിക്കൂലേ, അതേപോലെ കഞ്ഞി വാങ്ങിയിട്ട് ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഇറക്കിയിട്ട് ഒരു വാക്കുണ്ട്, വിഷുവിന് പോകുന്ന കണ്ടിട്ടുണ്ട്. വിഷു എന്ന് പറഞ്ഞാൽ സ്പീഡ്, ഭയങ്കര സ്പീഡാണ്. എൻ്റെ ഓർമ്മയിൽ അതുകൊണ്ട്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് ഒരാൾ പറയുമായിരുന്നു ശാസ്ത്രജ്ഞനാണെന്ന് പറയുമായിരുന്നു. നേരിയ ഓർമ്മകളേ ഉള്ളൂ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. 80s ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്. അന്ന് അദ്ദേഹം അവസരം കിട്ടി. ആണോ? അയ്യോ, അതൊരു വലിയ ഭാഗ്യം കേട്ടോ. ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടി. കൺഗ്രാജുലേഷൻസ്. കാരണം ഇന്ന് അദ്ദേഹം എന്തുമാത്രം മൊഴിമുത്തുകളാ തന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു വിശ്വമഹാകവിയാണ്. കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പൊ എന്റെ സ്കൂളിൽ നിന്ന് 3 കുട്ടികൾ, ഒരു കുട്ടി ഞാൻ. ഏത് സ്കൂളായിരുന്നു? ഞാൻ കോട്ടണിൽ പഠിച്ചപ്പോൾ പറ്റി. വെരി ഗുഡ്. അതെനിക്കറിയില്ലായിരുന്നു. അശ്വിനി ഇത്രയും വലിയ അവസരം കിട്ടിയ ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടി. അയ്യോ, അത് വലിയ കാര്യം. അത് ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട്, നമ്മളെ വിഷയം പക്ഷേ ഇതൊക്കെ അനുബന്ധമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഷേക്സ്പിയറിന് ഈക്വലായിട്ടുള്ള ഒരു കവിയാണെന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യമെന്നറിയോ? അദ്ദേഹം സ്വന്തം ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയുമെന്നല്ല, അശ്വിനിക്ക് അറിയാമായിരിക്കും. ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കും. ഞാൻ കരയുന്നത് കണ്ട് എൻ്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കരയുമല്ലോ. അപ്പോൾ കുഞ്ഞ് ജനിച്ചു ജീവനോടെ എന്ന് കേട്ടിട്ട് എന്ത് ചെയ്യും? ആ അമ്മ ചിരിക്കും. ബാക്കി എല്ലാ സമയങ്ങളിലും ആ കുഞ്ഞ് കരയുമ്പോൾ അമ്മ എന്ത് ചെയ്യും? കൂടെ കരയും. മനസ്സിലായില്ലേ? ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ഞാൻ കരഞ്ഞത് കേട്ട് എൻ്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസമാണ് എൻ്റെ ജന്മദിനം. അത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും ജന്മദിനം. ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നറിയുമ്പോൾ ആനന്ദിക്കുന്നവരാണ് കേരളത്തിലുള്ളത്. അതിന് സംശയം വേണ്ട. ഒരു പെൺകുട്ടിയെ ഐശ്വര്യമായിട്ട് കാണുന്നത്. ഒരുപക്ഷെ ഞാൻ പറയുന്നതിൽ ക്ഷമിക്കുക, തമിഴ്നാട്ടിലും ബീഹാറിലും ഒക്കെ കാണുന്ന പത്രവാർത്തകൾ അങ്ങനെയല്ല. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഇവളെ ഇനി എങ്ങനെ സുരക്ഷിതമായിട്ട് നന്നായിട്ട് കെട്ടിച്ചയക്കും, എങ്ങനെ വളർത്തും എന്നൊക്കെ ആശങ്കയിൽ പല ക്രൂരതകളും ആ കുഞ്ഞിനോട് കാണിക്കുന്നതായിട്ടൊക്കെ ഇപ്പോഴും കേൾക്കുന്നു. പറയുന്നതിൽ ക്ഷമിക്കുക. പക്ഷേ വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ പെൺകുട്ടികൾ നാടിൻ്റെ നന്മയാണ് എന്ന രീതിയിൽ ഒരു അവബോധമുണ്ടായി വന്നു. അത് വലിയ വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, ആധ്യാത്മിക പരിഷ്കർത്താക്കൾ, അത് നമ്മുടെ ഇവിടെ വന്ന വൈകുണ്ഠസ്വാമികളായാലും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നത് വൈകുണ്ഠസ്വാമികളായാലും പിന്നീട് കാലക്രമത്തിലാണ് ഞാൻ പറയുന്നത്, പിന്നീട് ജനിച്ച ചട്ടമ്പിസ്വാമി തിരുവടികളായാലും പിന്നീട് ജനിച്ച ശ്രീനാരായണ ഗുരുദേവനായാലും അതിനുശേഷം ആധ്യാത്മിക തലത്തിലല്ലെങ്കിലും ആ സമര രംഗത്ത് നിറഞ്ഞു നിന്ന് പഞ്ചമിക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ മഹാത്മാ അയ്യൻകാളിയുടെ നേതൃത്വത്തിലാണെങ്കിലും, മിനാരപ്പള്ളിയിൽ പ്രവർത്തിച്ചവരാണെങ്കിലും, കുരിശുപള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നവരാണെങ്കിലും, സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും വലിയ സമരങ്ങൾ നടത്തിയവരാണ് നമ്മുടെ കേരളീയ സമൂഹം. അതുകൊണ്ടാണ് ഇന്ന് 52% അധികാര കസേരകളിൽ, ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പലിലൊക്കെ ഇലക്ഷൻ നടന്നല്ലോ, 1520 കസേരകളിൽ ഇരിക്കുന്നത് ആരാ? സ്ത്രീകളാണ്. അത് ഏറ്റവും ആനന്ദകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു 40 വയസ്സിന് താഴെ 35 വയസ്സിന് താഴെയുള്ള ഒരുപാട് പേർ അത് ജയിച്ചു വന്നിട്ട് അവർ ജനാധിപത്യത്തിൻ്റെ നല്ല പ്രവണതകൾ ഉൾക്കൊള്ളുകയാണ് എങ്കിൽ ഏറ്റവും വലിയ വിപ്ലവ ആഭിമുഖ്യമുള്ള ഒരു സമൂഹമായിട്ട്, പരിവർത്തന ആഭിമുഖ്യമുള്ള ഒരു സമൂഹമായിട്ട് കേരളം വളരുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അവർ ആ രീതിയിൽ പ്രവർത്തിച്ചു വരും, രാഷ്ട്രീയ ഭേദമന്യേ എന്നെനിക്ക് തോന്നുന്നു. ആ തോന്നൽ നല്ലൊരു പ്രതീക്ഷയായി തീരട്ടെ. ഓം
പേടിച്ചോ? ഹ്രീം മായ കുറള കുട്ടിച്ചാത്ത. കണ്ടോ, അശ്വിനി പേടിച്ചതുപോലെ എന്നെ എൻ്റെ അച്ഛൻ പേടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ മന്ത്രം പറഞ്ഞാ പേടിപ്പിക്കുന്നത്? ഈ കവിത ഇതുവരെ പാടിയില്ല. എങ്ങനെയാ ഞാൻ കവിത പാടുന്നത്? എനിക്കിങ്ങനെ പരന്ന് വർത്തമാനം പറയാനുള്ള പ്രവണത ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ കവിത പാടും? ഓം ഹ്രീം മായ കുരള കുട്ടിച്ചാത്ത വീരഗണ്ടാതു വിഷ്ണു വിഷ്ണു മന്ദ മന്ദമത കാളി കാളിയമ്മേ മാത്രക്കോലുടയാട എന്തും കൊടുക്കയും എടുപിടി ചൂരക്കോൾ മണിയും മന്ത്രക്കോലും അന്തമറിയാതിന്നെന്റെ മുമ്പിൽ വന്നു തോന്നായോ കുറുംകുട്ടിച്ചാത്ത. 33 ദേവഗണത്തിനും 3 വട്ടം കൊടുതിയാടി കണ്ണു നിറഞ്ഞ് കരള് നിറഞ്ഞന്ന മുന്നാഴി വിത്ത് കുഴിച്ചു മൂടിത്തളിരിട്ടില പൊട്ടിത്തഴച്ചതിലെങ്ങനെ കായും കനിയും കൊതിച്ചു ഞങ്ങൾ. അടിമുടി വാടിക്കരിഞ്ഞൊരവല്ലിയിൽ 1000 താരണിച്ചില്ലതായോ കായും കനിയും ചൊരിഞ്ഞുതായോ. അടിമുടി വാടിക്കരിഞ്ഞൊരവല്ലിയിൽ 1000 താരണിച്ചില്ലതായോ കായും കനിയും ചൊരിഞ്ഞുതായോ. തന്നായോ കുറുംകുട്ടിച്ചാത്ത. കണ്ണിലാരോ കരിം കുന്തമിറക്കി കരളു പറിച്ചു കൊല വിളിച്ച് ഞെട്ടിയഴിച്ചു നില വിളിച്ച് കുറ്റാങ്കൂരിട്ടത്തും പേ പിടിച്ചോടുന്നു നാടിൻ്റെ കൊച്ചുമക്കൾ. മുള്ളും ഒരേടും നിറഞ്ഞ നിലത്തൊരു മുല്ലപ്പൂം പന്തൽ പണിഞ്ഞുതായോ നല്ല നിലാവ് ചുരന്നുതായോ. മുള്ളും ഒരേടും നിറഞ്ഞ നിലത്തൊരു മുല്ലപ്പൂം പന്തൽ പണിഞ്ഞുതായോ നല്ല നിലാവ് ചുരന്നുതായോ. തന്നായോ കുറുംകുട്ടിച്ചാത്ത. കാണാത്ത കാഞ്ചന കണി കണ്ട് മോഹിച്ച് കേൾക്കാത്ത കോമര തുടികേട്ട് ദാഹിച്ച് നെച്ചിലു നക്കി പറക്കികളോട് മല്ലിട്ട് മരിക്കുന്നു കൊച്ചുമക്കൾ. അയലത്തെ അരജന്റെ അരമനയ്ക്കുള്ളിലെ അടയും കടലയും കൊണ്ടുതായോ കൈതയോല പൂന്തടുക്കുതായോ. അയലത്തെ അരജന്റെ അരമനയ്ക്കുള്ളിലെ അടയും കടലയും കൊണ്ടുതായോ കൈതയോല പൂന്തടുക്കുതായോ. തന്നായോ കുറുംകുട്ടിച്ചാത്ത. വിറ്റു തിന്നാനുള്ളതൊന്നുമില്ലെങ്കിലും കുറ്റപ്പെടുത്തുകയാണു നിങ്ങൾ. ഒറ്റിക്കൊടുക്കുവാൻ എത്തുന്നു ചുറ്റിലും കത്തിയും കല്ലും കരിമ്പുകയും. വെട്ടിപ്പിടിക്കുവാൻ ഞങ്ങൾക്ക് ചോരയിൽ വെട്ടവും വീര്യവും കൊണ്ടുതായോ വിത്തവും വിദ്യയും കൊണ്ടുതായോ. വെട്ടിപ്പിടിക്കുവാൻ ഞങ്ങൾക്ക് ചോരയിൽ വെട്ടവും വീര്യവും കൊണ്ടുതായോ വിത്തവും വിദ്യയും കൊണ്ടുതായോ. തന്നായോ കുറുംകുട്ടിച്ചാത്ത. വാളും പരിചയും കാളുമങ്കത്തട്ടിലാളും ചുടുഞ്ചോര കുന്നുകളിൽ 1000 കൂണ് കുമിഞ്ഞുകൂടുന്നതിലാടുവാൻ ഊഞ്ഞാലൊഴിഞ്ഞുതായോ കൂടെ പാടുവാൻ പാതാളക്കുണ്ടിലിറങ്ങാത്ത മാവേലിപ്പാട്ട് പറഞ്ഞുതായോ. ഇടിവെട്ടി പൊടി പൊടിച്ചലറും മഴയിലോ താടാനൊരു ഓമന പെണ്ണുതായോ പെണ്ണിനുറങ്ങുവാൻ മണ്ണുതായോ. ഇടിവെട്ടിപ്പൊടി പൊടി ചലറും മഴയിലോ താടാനൊരു മന പെണ്ണുതായോ പെണ്ണിനുറങ്ങുവാൻ മണ്ണുതായോ. തന്നായോ കുറുംകുട്ടിച്ചാത്ത. കള്ളവും നിങ്ങളുടെ കൊള്ളയും കൊണ്ടോരോ പൊള്ളത്തരങ്ങളായി മാറി ഞങ്ങൾ. എള്ളോളം പോന്ന കുടിപ്പകമു തരും കൊല്ലും കൊലയ്ക്കും ഇറങ്ങി ഞങ്ങൾ. ഓടവെള്ളം കുടി ചോരത്തുറങ്ങുന്ന നേരത്ത് പുത്തൻ പുടവതായോ കട്ടിലും തൊട്ടിലും കൊണ്ടുതായോ. ഓടവെള്ളം കുടി ചോരത്തുറങ്ങുന്ന നേരത്ത് പുത്തൻ പുടവതായോ കട്ടിലും തൊട്ടിലും കൊണ്ടുതായോ. തന്നായോ കുറുംകുട്ടിച്ചാത്ത. പൂവാലി പയ്യിട്ട ചാണകം കൊണ്ട് പുരത്തറ 7 വട്ടം മെഴുകി. നിറനാഴി കണ്ണാടി കാട്ടുമുല്ലപ്പൂവ് നിറപറ കാടോടി കാട്ടുതുളസിപ്പൂ അവിലും പൊരിയും പഴവും എഴുതിരി എരിയും നിലവിളക്കും കൊളുത്തി. കിലികിലച്ചെപ്പും കുരുത്തോല പന്തലും കിങ്ങിണി തൊങ്ങിണി തോരണവും മാറാതെ മടിയാതെ തന്തുടി തുന്തുടി തുള്ളിവായോ എഴുന്നള്ളിവായോ. മാറാതെ മടിയാതെ തന്തുടി തുന്തുടി തുള്ളിവായോ കുറുംകുട്ടിച്ചാത്ത. എഴുന്നള്ളിവായോ കുറുംകുട്ടിച്ചാത്ത. വരം തന്നായോ കുറുംകുട്ടിച്ചാത്ത. ഓം ഹ്രീമായ കുരള കുട്ടിച്ചാത്ത. വീരഗണ്ടാതു വിഷ്ണു വിഷ്ണു മന്ദ മന്ദമത കാളി കാളിയമ്മേ മാത്രക്കോലുടയാട എന്തും കൊടുക്കയും എടുപിടി ചൂരക്കോൾ മണിയും മന്ത്രക്കോലും അന്തമറിയാതിന്നെന്റെ മുമ്പിൽ വന്നു തോന്നായോ കുറുംകുട്ടിച്ചാത്ത. വരം തന്നായോ കുറുംകുട്ടിച്ചാത്ത. നന്നായിരുന്നു സാർ.